ഗായിക കെ.എസ്. ചിത്ര അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച സ്വന്തം വീഡിയോയെക്കുറിച്ച് നിലപാടുകളെക്കുറിച്ച് ഞങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോ ന്യൂസ് സ്റ്റോറിക്ക് ഒട്ടേറെ പ്രേക്ഷകരും കമൻറ്റുകളുമാണ് വന്നിട്ടുള്ളത്, അനുകൂലിച്ചും പ്രതികൂലിച്ചും. അതുകൊണ്ട് ഇപ്പോൾ ഒരു ദിവസം കഴിയുന്നു, പലരും പറഞ്ഞിട്ടുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്തവർ പോലെ തന്നെ ചിത്രയുടെ നിലപാടിനെ അംഗീകരിക്കാത്തവരുണ്ട്. അവരെല്ലാം ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം, ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച വിഷയം തന്നെയാണ്. ഒരു അപാകം ഇതിൻ്റെ അകത്ത് ചിത്രയ്ക്ക് സംഭവിച്ചു. അത് ബോധപൂർവമാണോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്ന ഒരു തർക്കം മാത്രമാണ് ഇതിനകത്ത് ഉള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ കെ.എസ്. ചിത്രയ്ക്ക് 28 വയസ്സുണ്ട്. ഇന്ന് 60 വയസ്സുള്ള ഒരു വനിതയാണ് കെ.എസ്. ചിത്ര. കൊച്ചുകുട്ടിയൊന്നുമല്ല. അവർ പത്രങ്ങളെല്ലാം വായിക്കണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല, ക്ഷണിക്കുന്നില്ല. അല്ലെ രാജ്യത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും അറിയണമെന്ന് നിർബന്ധമില്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അവർക്ക് നേരിട്ട് അറിയണമെന്നോ അല്ലെ വാർത്തകളിലൂടെ അറിയണമെന്നോ നിർബന്ധമില്ല. കെ.എസ്. ചിത്ര തൻ്റെ ജീവിതം പാട്ടിനും ശാസ്ത്രീയ സംഗീതത്തിനും വേണ്ടി ഒഴിഞ്ഞുവെച്ച, ആത്മാർപ്പണം ചെയ്ത ഒരു സ്ത്രീയായിട്ട് നമ്മളെല്ലാം മാനിക്കുന്ന ഒരാളാണ്. ആ മാന്യതയ്ക്ക് നിരക്കാത്ത ഒരു വാക്കുപോലും ഇന്ന് വരെ കെ.എസ്. ചിത്രയുടെ ഈ പറയുന്ന അയോധ്യ രാമക്ഷേത്ര സംഭവം ഒഴികെ അതിനു മുമ്പ് വിവാദത്തിൽ ചെന്ന് പെടാവുന്നതോ നമുക്ക് വിമർശിക്കാവുന്നതായ ഒരു പരാമർശം പോലും ഒരിക്കലും അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നതും സത്യമാണ്. പക്ഷെ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് അവർ ഒരു പാവം സ്ത്രീയല്ലേ, അവരൊന്നും അറിയാതെ പറഞ്ഞ അഭിപ്രായമല്ലേ എന്നൊക്കെ അതിനെ അങ്ങ് വല്ലാണ്ട് അതിനെ ലഘൂകരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ കെ.എസ്. ചിത്രയ്ക്ക് 28 വയസ്സുണ്ട്. അവർ ബിരുദധാരിയാണ്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയും കഴിവും ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 60 വയസ്സായപ്പോൾ അവരിട്ടൊരു വീഡിയോ. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു തുരുത്തിൽ അവർ സംഗീത ലോകത്ത് ജീവിക്കുമ്പോഴും നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാനും ഉള്ള പ്രാപ്തിയും ഒക്കെ ഉള്ള ഒരാളാണ് കെ.എസ്. ചിത്ര. അപ്പോൾ ബാബറി മസ്ജിദ് ഒരു തർക്കമന്ദിരമാണെന്നും അവിടെ കോടതി വിധി പോലും പൂർണ്ണമായും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒന്നല്ല എന്നും ഏകപക്ഷീയമായ വിധിയാണെന്നും ഒക്കെ പല അഭിപ്രായങ്ങൾ വരുന്ന ഒരു കാര്യത്തിൽ ഒരു സമൂഹത്തെ, ഒരു പ്രബല സമൂഹത്തെ മുഴുവൻ നിരാശപ്പെടുത്തിയ, വ്രണപ്പെടുത്തിയ ഒരു കാര്യത്തിൽ ഒരു സെലിബ്രിറ്റി, കലാകാരിയാവട്ടെ പാട്ടുകാരിയാവട്ടെ ആരായിക്കോട്ടെ, അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ 3 വട്ടം ആലോചിക്കണമായിരുന്നു എന്നാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിലയിരുത്തിയത്. ആ നിലപാടിൽ നിന്ന് ഞങ്ങൾക്ക് മാറ്റേണ്ട ഒരു കാര്യം ഇപ്പോഴും തോന്നുന്നില്ല. കാരണം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടും എല്ലാവരും പ്രതികരിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു തർക്ക മന്ദിരമാണ്, തർക്ക വിഷയമാണ് അയോധ്യ. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച്, 5 അംഗ ബെഞ്ച് നവംബർ 9, 2019 നവംബർ 9 പുറപ്പെടുവിച്ച വിധി തന്നെ അതിന് സാക്ഷ്യപത്രമാണ്. അതായത് 5 അംഗ ബെഞ്ചിന്റെ വിധിയിൽ വിധി പ്രസ്താവം നടത്തി വിധി എഴുതിയ ജഡ്ജിയുടെ പേര് പരാമർശിക്കുന്നില്ല. ഈ വിധിയുടെ ഒരു പ്രത്യേകത അതാണ്. വിധി എഴുതിയ ജഡ്ജിയുടെ പേര് അതിൻ്റെ അത് പറയുന്നില്ല, വിധി ന്യായത്തിൽ പറയുന്നില്ല. 5 അംഗ ബെഞ്ചിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഉൾപ്പെടെ അംഗങ്ങളായിരുന്നു. അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ആണ്. ഈ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് വൈകാതെ തന്നെ രഞ്ജൻ ഗൊഗോയിയെ രാജ്യസഭയിലേക്ക് BJP നോമിനിയായിട്ട് അയച്ച കാര്യം നമ്മൾ ഓർക്കണം. ആ വിധി വന്നതിനുള്ള പ്രതിഫലമാണോ അത് എന്ന് ന്യായമായും ജനങ്ങൾ സംശയിക്കാം. പിന്നെ അതിൽ അംഗമുള്ളവരൊക്കെ ഈ രഞ്ജൻ ഗൊഗോയി കൂടാതെ SA ബോബ്ഡെയെ അതിലുണ്ടായിരുന്നു, അശോക് ഭൂഷൺ, SA നസീർ എന്നിവരായിരുന്നു ആ ബെഞ്ചിൽ ഉണ്ടായിരുന്നത്, അയോധ്യ വിധി പറഞ്ഞ ബെഞ്ചിൽ. അപ്പൊ ഇവിടെ നോക്കേണ്ടത് അലഹബാദ് ഹൈക്കോടതിയുടെ, UP അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ചിന്റെ വിധിയെ അസാധുവാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ലക്നൗ ബെഞ്ചിന്റെ വിധി എന്തായിരുന്നു? 2/3 സ്ഥലം രാമ ക്ഷേത്ര ട്രസ്റ്റിനും 1/3 സ്ഥലം ബാബറി മസ്ജിദിന്റെ ട്രസ്റ്റിനും കൊടുത്തുകൊണ്ടുള്ള വിധിയായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ചിന്റെ വിധി. അതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ സ്ഥലം മുഴുവൻ, അയോധ്യയിലെ ഈ തർക്ക സ്ഥലം മുഴുവൻ രാമക്ഷേത്ര ട്രസ്റ്റിന് കൈമാറിക്കൊണ്ടും
പകരം അയോധ്യ നഗരപരിധിയിൽ 5 ഏക്കർ ഭൂമി മുസ്ലിം ബോർഡിനും ഈ ബാബറി മസ്ജിദിന്റെ ബോർഡിനും ട്രസ്റ്റിനും നൽകിക്കൊണ്ടുള്ള വളരെ എന്താ പറയുക ഈ വളരെ വിചിത്രമായ എന്ന് വേണേൽ പറയാം ഒരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. ഈ വിധി പുറപ്പെടുവിക്കും നമ്മൾ പിന്നെയും വിലയിരുത്തേണ്ടുന്ന ഒരു കാര്യം, ആ വിധി പ്രകാരം സുപ്രീം കോടതി വിധി പ്രകാരം അത് രാജ്യത്തെ കോടതി വിധിയാണ് നമ്മൾ മാനിക്കുന്നത്. അത് പ്രകാരം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞ് ഈ ജനുവരി 22 അതിൻ്റെ ഉദ്ഘാടനം നരേന്ദ്രമോദി പ്രധാനമന്ത്രി നടത്തുകയാണ്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അതിനോട് രാജ്യം പൊരുത്തപ്പെട്ടു വരുന്നുവെങ്കിലും അയോധ്യ എന്ന് പറയുന്നത് അല്ലെ ബാബറി മസ്ജിദിന്റെ തകർച്ച എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത മുറിപ്പാടാണ്, ഒരു വലിയ കറുത്ത മുറിപ്പാടാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. കാരണം ഒരു തർക്കമന്ദിരം അല്ലെ ഒരു മുസ്ലിം ആരാധനാ സ്ഥലം തകർത്തിട്ടാണ് അവിടെ മറ്റൊരു അമ്പലം ക്ഷേത്രം പണിത് ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒത്തിരി മാനങ്ങൾ ഡയമെൻഷൻസ് ഉണ്ട്. മാത്രമല്ല ഈ കോടതിയിൽ ഈ കേസ് വന്ന പല സമയത്തും അതിൻ്റെ രേഖകൾ പരിശോധിച്ചാൽ അവിടെ രാമക്ഷേത്രം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് സംശയാതീതമായി സ്ഥിരീകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ ആർക്കിയോളജി വകുപ്പിനോ മറ്റ് അന്വേഷണ ഏജൻസികൾക്കോ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ബാബറി മസ്ജിദിനടിയിൽ ഒരു രാമക്ഷേത്രത്തിന്റെ എന്തെങ്കിലും ഒരു അവശിഷ്ടം ഉണ്ടായിരുന്നു എന്ന് നിസ്സംശയം തെളിയിക്കുന്ന രേഖകളുടെ അഭാവം. അപ്പോൾ അത് തർക്ക വിഷയം തന്നെയാണ്. അതൊക്കെ നിലനിൽക്കുകയാണ് സുപ്രീം കോടതിയുടെ ഈ ഏകപക്ഷീയ വിധി, 5 അംഗ ബെഞ്ചിന്റെ വിധി വരികയും രാമക്ഷേത്രം പണിയാനുള്ള ആ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതൊന്നും അറിയാതെയാണോ ഭക്തിപൂർവം KS ചിത്ര ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്? ഭക്തിയേക്കാൾ വലുതല്ലേ സ്നേഹം? അപ്പൊ ആ ശ്ലോകത്തിൽ അവസാന വാചകം ഉദ്ധരിച്ചല്ലോ KS ചിത്ര, ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തുള്ള എല്ലാവർക്കും സുഖം വരട്ടെ, നന്മ വരട്ടെ എന്ന് പറഞ്ഞ് ആ വീഡിയോ ചെയ്ത് തീർക്കുമ്പോൾ ഭക്തിയേക്കാൾ പ്രാധാന്യം സ്നേഹത്തിനല്ലേ കൊടുക്കേണ്ടത്? എല്ലാവരും സ്നേഹിക്കപ്പെടേണ്ടവരല്ലേ? അപ്പോൾ ഒരു വലിയ സമൂഹത്തെ വ്രണപ്പെടുത്തിയ ഒരു കാര്യം ഇത്ര ലാഘവത്തോടെ ആ ദിവസം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഒരു സെലിബ്രിറ്റിയെ, നമ്മൾ മലയാളികളെല്ലാം മാനിക്കുന്ന, ആദരവോടെ കാണുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയുടെ നാവിൽ നിന്നും അങ്ങനെ ഒരു പറച്ചിൽ വന്നതിൻ്റെ പ്രശ്നങ്ങളാണ് പലരും ഉന്നയിച്ചിട്ടുള്ളത്, ഞങ്ങളും ഉന്നയിച്ചത്. അല്ലാതെ KS ചിത്രയുടെ ഞങ്ങൾക്കെന്ത് വിരോധം, അല്ലെ വിമർശിച്ചവർക്ക് എന്ത് വിരോധം? അവർ ചൂണ്ടിക്കാണിച്ചത് KS ചിത്രയെ പോലെ ഒരാൾ ഇങ്ങനെ സ്വയം വിശ്വാസം പറയാം, പക്ഷെ മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്യുന്നത് പാടില്ല, ഇങ്ങനെ വേണം, അങ്ങനെ വേണം, രാമനാമം ജപിക്കണം, പിന്നെ വൈകിട്ട് 5 തിരിയിട്ട് നിലവിളക്ക് വീടിന് ചുറ്റും വിളക്കുകൾ വെക്കണം എന്നൊക്കെ നിർദ്ദേശിക്കാനുള്ള ഒരു ആത്മീയമായ ഒരു അധികാരമോ അല്ലെങ്കിൽ സ്ഥാനമഹിമയോ പദവിയോ ഒന്നുമില്ലാത്ത ഒരാളാണ് KS ചിത്ര. ഒരു സംഘടനയുടെയും അത്തരം ഒരു ഭാരവാഹിയല്ലാത്ത KS ചിത്ര അങ്ങനെ ഒരു ആഹ്വാനം കൊടുത്തതിലെ അപാകതയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. വീണ്ടും അത് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരുമൊക്കെ അതിനോട് ഏറെക്കുറെ യോജിക്കുന്ന പ്രതികരണങ്ങളാണ്. ഇപ്പോൾ ആദ്യ വീഡിയോ തന്നെ 1000കണക്കിന് പേർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഞങ്ങളുടെ നിലപാടിന് കിട്ടിയ ഒരു അംഗീകാരം കൂടിയായിട്ട് ഞങ്ങൾ അതിനെ കാണുകയാണ്.